ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ശത്രുവിന്റെ കോട്ടകളെ എങ്ങനെയാണ് എതിരിട്ട് നാം തകർക്കേണ്ടത് എന്ന് ചില ദിവസങ്ങളായി നമുക്ക് ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട്. ചരിത്രത്തിൽ ഇന്നേ വരെ പ്രതിരോധം കൊണ്ട് മാത്രം ജയിച്ച ഒരു യുദ്ധവുമില്ല എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിരോധത്തിനുള്ളതായ ആയുധങ്ങളെ കുറിച്ച് എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചു. തിരിച്ച് ശത്രുവിനെ എതിരിടേണ്ടുന്നതായ വെട്ടേണ്ടുന്നതായ ആയുധങ്ങളെ കുറിച്ചും അല്പമായി എഫെസ്യ ലേഖനം 6 നിന്ന് നമുക്ക് ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ടല്ലോ. അഥവാ നാം ഇവിടെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പത്രോസിനോട് കർത്താവ് പറയുമ്പോൾ, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് താൻ ശക്തമായി പറയുകയാണ്. അപ്പോൾ പാതാളത്തിന് ചില ഗോപുരങ്ങളുണ്ട്, അഥവാ ചില അദൃശ്യ ശക്തികൾ എന്നാണ് അതിന്റെ അർത്ഥം. ആ അദൃശ്യ ശക്തികൾ എപ്പോഴും ദൈവത്തിന്റെ ജനത്തിനെതിരായി, ദൈവത്തിന്റെ സഭയ്ക്ക് എതിരായി അവന്റെ പദ്ധതികൾ അവൻ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ പറഞ്ഞ ഈ വാക്യത്തിൽ 2 കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിർമ്മാണവും യുദ്ധവും. ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ടുന്നതായ കാര്യങ്ങളാണ്. പണി നടക്കുന്നില്ല എങ്കിൽ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അതേപോലെ തന്നെ യുദ്ധം മാത്രം ചെയ്തുകൊണ്ട് പോകുകയല്ല, ആ യുദ്ധത്തിലൂടെ പണി നടക്കേണ്ടതും ആവശ്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പ്രതിരോധം മാത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സഭയെ കുറിച്ചുള്ള സങ്കല്പം അത് പൂർണ്ണമായിട്ടും തെറ്റാണ് എന്നുകൂടി നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അഥവാ ശത്രുവിന്റെ ഗോപുരങ്ങളെ, ആ പാതാള ഗോപുരങ്ങളെ, ആ അദൃശ്യ ഗോപുരങ്ങളെ നാം തകർക്കേണ്ടത് ആവശ്യമാണ്. പല നിലയിലുള്ളതായ അവന്റെ അദൃശ്യ ഗോപുര ശക്തികൾ നിരാശയായും രോഗമായും മറ്റു പലവിധമാകുന്ന ബന്ധനങ്ങളായും കഷ്ടമായും നഷ്ടമായും ഒക്കെ കൊണ്ടുവരുമ്പോൾ അതിനെ തകർത്തെങ്കിൽ മാത്രമേ മുൻപോട്ട് യുദ്ധം ചെയ്ത് നീങ്ങുവാനായിട്ട് കഴിയത്തുള്ളൂ. അതിനെ തകർക്കണമെങ്കിൽ ആദ്യം നമ്മുടെ സ്വയം തകരേണ്ടത് ആവശ്യമാണ്. ഇന്ന് പലപ്പോഴും മനുഷ്യന്റെ സ്വയം തകരാത്തത് കൊണ്ട് ശത്രു അവൻ വിജയം പ്രാപിച്ച് മുൻപോട്ട് പോകുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവന് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല, സഹിക്കുവാൻ കഴിയുന്നില്ല, പൊറുക്കുവാൻ കഴിയുന്നില്ല. എന്നിട്ട് പലപ്പോഴും ഒരുമിച്ച് ആരാധിക്കുവാനായിട്ട് ശ്രമിക്കുന്നു, കർത്തൃമേശ അനുഭവിപ്പാനായിട്ട് ശ്രമിക്കുന്നു. ഇവിടെയെല്ലാം ശത്രു അവന്റെ ആയുധങ്ങളുമായിട്ട് അവൻ കടന്നു വന്ന് അവൻ ആക്രമിച്ച് കീഴടക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പലപ്പോഴും മനുഷ്യന് അവൻ അധികാരങ്ങൾ മതി, സ്ഥാനമാനങ്ങൾ മതി, ഏതെങ്കിലും പ്രസിഡന്റ് സ്ഥാനം, ഡയറക്ടർ സ്ഥാനം, ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അവൻ കുറെ അധികം പ്രവർത്തിക്കുവാനായിട്ട് നോക്കുകയാണ്. എന്നാൽ അതിനെന്തെങ്കിലും ഭംഗം വന്നാൽ ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ അതിനെ തുണ്ടുതുണ്ടാക്കുവാനായിട്ടും ശ്രമിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ മനുഷ്യന്റെ സ്വയത്വം ഇല്ലാതായിട്ട് ശത്രുവിനെതിരെ വചനാടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ ഈ ശത്രുവിനെ ജയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താഴേണ്ട സ്ഥാനങ്ങളിൽ താഴ്മ ധരിച്ചുകൊണ്ടും വിനയം ഏറ്റെടുത്തുകൊണ്ടും അഥവാ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തുകൊണ്ടും നാം മുൻപോട്ട് പോകുന്നെങ്കിൽ, ആ വിശുദ്ധിയിൽ നിൽക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. അതെ, യഥാർത്ഥ സൈന്യാധിപന്റെ ആ കൈക്കീഴിൽ കർത്താവാകുന്ന യേശു ക്രിസ്തുവാകുന്ന ആ സൈന്യാധിപനോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ യുദ്ധ നിരയോടുകൂടെ മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് ഇടയായി തീരട്ടെ. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാതാളമേ, മരണമേ, നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നിണം
കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നിണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താനവർക്കെന്നുമേ. ഭീകരമാം ചെങ്കടലും മിശ്രയും സൈന്യനിരയും ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോൾ. ഭീകരമാം ചെങ്കടലും മിശ്രയും സൈന്യനിരയും ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോൾ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ